144 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗമുള്ള വാഹനം സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് ഒരു വാഹനത്തിൻ്റെ വേഗത തന്നിട്ടുണ്ട് 144 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അതായത് ഈ വാഹനം ഒരു മണിക്കൂറിൽ 144 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഒരു മണിക്കൂറിൽ 144 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുക. കാണേണ്ടതോ ഒരു സെക്കൻഡിൽ ആ വാഹനം എത്ര ദൂരം സഞ്ചരിക്കും? ഇത് ഒരു മണിക്കൂറിൽ 144 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ ഈ വേഗത നമുക്ക് തന്നിട്ടുണ്ട്. വേഗത തന്നെയാണ് കാണേണ്ടത്, പക്ഷേ മറ്റൊരു യൂണിറ്റിലാക്കി കാണണം. ഇവിടെ വേഗത യൂണിറ്റ് എന്താ? കിലോമീറ്റർ പ്രതി മണിക്കൂർ. യൂണിറ്റ് വേഗത യൂണിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്ക് കാണേണ്ടതോ ഒരു സെക്കൻഡിൽ എത്ര ദൂരം. അപ്പോൾ നമുക്ക് ദൂരം എന്നുള്ളതിന് ഒന്നുകിൽ മീറ്റർ ആണ് അല്ലെങ്കിൽ കിലോമീറ്റർ ആണ് ദൂരത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിത് മീറ്റർ ഒരു സെക്കൻഡിൽ, ഒരു കിലോമീറ്റർ പറയുമ്പോൾ കിലോമീറ്റർ പ്രതി മണിക്കൂർ, അതുപോലെ എത്ര ഒരു സെക്കൻഡിൽ പറയുമ്പോൾ മീറ്റർ പ്രതി സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന വേഗത്തിനെ, ആ യൂണിറ്റുള്ള വേഗതയെ നമ്മൾ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയാക്കി നമുക്ക് മാറ്റിയാൽ മതി. കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ എന്ന യൂണിറ്റുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കി മാറ്റാൻ നമ്മൾ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയാക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 144 ഇൻറ്റു 5/18, നമുക്ക് 18 144 8 പ്രാവശ്യം വെട്ടിച്ചെടുക്കാൻ പറ്റും. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 8 64, ശിഷ്ടം 6, ഒരു 8 8 6 10. അപ്പോൾ 8 ഇൻറ്റു 18 ആണ് 144. ഈ 8ഉം 5ഉം ഗുണിക്കുമ്പോൾ 8 ഇൻറ്റു 5 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? സെക്കൻഡിൽ അത് 40 മീറ്റർ ദൂരം സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ 40 മീറ്റർ ദൂരം സഞ്ചരിക്കും.